Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഇപ്പോൾ നമ്മുടെ HSA വിജ്ഞാപനം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് അല്ലേ. അതുപോലെ തന്നെ ഓരോ ജില്ലകളിൽ നടക്കുന്ന നിയമനങ്ങളെക്കുറിച്ചും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു ജില്ലയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ HSA നിയമനങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മാത്സിൻ്റെ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 110 നിയമനങ്ങളോളം മാത്സിൽ മലപ്പുറം ജില്ലയിൽ നടന്നു കഴിഞ്ഞു, 44ഓളം നാച്ചുറൽ സയൻസിൽ നടന്നു കഴിഞ്ഞു അല്ലേ. ഇതെല്ലാം മലപ്പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഉദ്യോഗാർത്ഥികൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ്. അപ്പോൾ മലപ്പുറം അല്ലാതെ മറ്റ് ജില്ലകളെക്കുറിച്ചും ഉദ്യോഗാർത്ഥികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് പാലക്കാട് ജില്ലയുടെ കാര്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ പാലക്കാട് ജില്ല നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സോഷ്യൽ സയൻസിൽ മാത്രം 40 അഡ്വൈസ് ഇതിനോടകം പോയി കഴിഞ്ഞു. അതുപോലെ മാത്സിൽ 55ഓളം അഡ്വൈസ് പോയി കഴിഞ്ഞു. നാച്ചുറൽ സയൻസിൽ 26ഓളം പോയി കഴിഞ്ഞു. ഇംഗ്ലീഷിൽ 25. ഇംഗ്ലീഷ് എന്ന് പറയുന്ന പല ജില്ലകളിലും ഉദ്യോഗാർത്ഥികൾ വെല്ലുവിളി നേരിടുന്നൊരു സബ്ജക്റ്റാണ്. അവിടെ പോലും 25ഓളം നിയമനങ്ങൾ അല്ലെങ്കിൽ 25ഓളം അഡ്വൈസ് പോയി കഴിഞ്ഞു. മലയാളത്തിൽ 41 അഡ്വൈസോളം ഇപ്പം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ, ഇപ്പം നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റിൽ പോയി കഴിഞ്ഞു. അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എത്ര നാളായി നമുക്കറിയാം. 2023 മാർച്ചോട് കൂടിയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൽ +1+ ഇയേഴ്സേ ആയിട്ടുള്ളൂ നമ്മളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വന്നിട്ട്. അതിനോടകം തന്നെ എല്ലാ വിഷയങ്ങളും 2 ഡിജിറ്റിലേക്ക് നിയമനങ്ങൾ പോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതായത് വളരെ ഫേവറബിൾ ആയിട്ടൊരു ജില്ല തന്നെയാണ് തീർച്ചയായിട്ടും പാലക്കാട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ 25 നിയമനം നടന്നു എന്ന് പറയുന്നു. നമുക്ക് കോട്ടയം ജില്ലയിൽ 1 നിയമനമാണ് നടന്നിട്ടുള്ളത് അല്ലേ. ഇനി അതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ സയൻസിലാണെങ്കിലും പാലക്കാട് ജില്ലയിൽ 26 നിയമനം നടന്നപ്പോൾ ഇവിടെ 13 നിയമനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ പല ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിയമനം പാലക്കാട് ജില്ലയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ HSSTയിലേക്ക് HSAയിൽ നിന്നും പ്രൊമോഷനായി പോകുന്ന അധ്യാപകരുടെ എണ്ണവും വളരെ കൂടുതലാണ്. സോ കൂടുതൽ നിയമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ജില്ലകളിൽ ഒന്ന് തന്നെയാണ് പാലക്കാട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇംഗ്ലീഷ് തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ആ ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പിനും നല്ല രീതിയിലുള്ള ഒരു പങ്ക് അവിടെയുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫേവറബിൾ ആയിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം പാലക്കാട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പാലക്കാടിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് എത്താൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തൃശ്ശൂർ, അതുപോലെ എന്താ പറയുക അതിൻ്റെ അടുത്തുള്ള ജില്ലകൾ, തൃശ്ശൂരായാലും നമ്മുടെ മലപ്പുറം ആയാലും ഒക്കെ ജില്ലകളിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫേവറബിൾ ആയിട്ടൊരു ജില്ലയാണ് പാലക്കാട്. സോ എങ്ങനെ നമുക്ക് നമ്മുടെ HSAയിൽ റാങ്ക് ഉയർത്താം? സിലബസ് മാറുമോ? HSAയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ ഒരു മാറുന്ന കാര്യങ്ങൾ എത്രത്തോളം ബാധിക്കും? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട് അല്ലേ. അതുപോലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് അധ്യാപകരുമായിട്ട് സംസാരിക്കാനുള്ളൊരു വേദി ഒരുക്കുകയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ പാലക്കാട് ജില്ലയിൽ. ഈ വരുന്ന 9-ാം തീയതി, അതായത് നവംബർ മാസം 9-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ടീം ഓഫ് ടീച്ചേഴ്സ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ എത്തുന്നത്. രാവിലെ 9:30 നമ്മൾ അവിടെ എത്തും. നിങ്ങൾക്ക് നേരിട്ട് അധ്യാപകരോട് സംസാരിക്കാം, നിങ്ങളുടെ ക്വയറീസ് സംസാരിക്കാം, എന്താണ് നിങ്ങളുടെ പഠനത്തിൽ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ, ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് അറിയാനായിട്ടുള്ളൊരു അവസരമാണ് നമ്മൾ പാലക്കാട് ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ റാങ്ക് ഹോൾഡറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മുടെ ഷിനിലുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പാലക്കാട് ജില്ല HSA നാച്ചുറൽ സയൻസിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് നമ്മുടെ ഷിനിൽ. അപ്പോൾ ഷിനിലുണ്ട് അന്ന് നിങ്ങളോടൊപ്പം. എങ്ങനെ ഷിനിൽ പഠിച്ചു, ഷിനിലിൻ്റെ പഠന സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു, ഷിനിൽ എന്തൊക്കെയാണ് റെഫർ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളോട് സംസാരിക്കാനായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് നമ്മുടെ ഷിനിലും അവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമാണ് അല്ലേ. HSA എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയുടെ ഒരുപാട് പ്രത്യേകതകളിൽ ഒന്നാണ് GK കുറവാണ്, നമ്മുടെ സബ്ജക്റ്റ് കൂടുതലാണ്. പലരും പറയാറുണ്ട്, എനിക്ക് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടം HSA അല്ലെങ്കിൽ HSSTയിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ എന്താ പറയുക ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ ഒരു വിഷനും ഒക്കെ സഹായകമാകുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്ന HSA. അപ്പോൾ HSAക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാലക്കാട് ഈ വരുന്ന നവംബർ 9-ാം തീയതി എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ അധ്യാപകരോടും അതോടൊപ്പം തന്നെ നമ്മുടെ റാങ്ക് ഹോൾഡറോടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ എന്ത് സംശയവും നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, സോ മറക്കണ്ട, നവംബർ 9-ാം തീയതി നമ്മുടെ വിക്ടോറിയ കോളേജിൽ ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഉണ്ട്.
തീർച്ചയായിട്ടും നിങ്ങൾ വരിക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നെ ദൂരീകരിക്കാവുന്നതാണ്. അതുപോലെ എങ്ങനെ പഠിക്കണം, എന്തെല്ലാം അവെയർനെസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം അധ്യാപകർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. സോ ഈ ഒരു പ്രോഗ്രാമിന്, ഇതൊരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ് അല്ലേ, നമ്മൾ പാലക്കാട് നേരിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പ്രീ ബുക്കിംഗ് നെസസറിയാണ്. തികച്ചും സൗജന്യമായിട്ടൊരു പ്രോഗ്രാമാണ്. പക്ഷെ നിങ്ങളുടെ രജിസ്ട്രേഷൻ, അവിടെ എത്ര പേര്, നമുക്ക് സീറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. സോ രജിസ്ട്രേഷനായിട്ട് ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലുമായിട്ട് ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ എൻഷുർ ചെയ്യുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, എങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ടീമുമായിട്ട് സംസാരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ 8589083568. മറക്കണ്ട, നവംബർ 9 പാലക്കാട് വരും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ഡൈമെൻഷൻ, അത് ഉറപ്പാണ്. നിങ്ങളുടെ പഠനത്തിന് പുതിയൊരു ആക്സലറേഷൻ, എല്ലാം നിങ്ങൾക്ക് ഈ നവംബർ 9 ഉറപ്പാക്കാം. നവംബർ 9 വിക്ടോറിയ കോളേജിൽ കാണാം. താങ്ക് യു.